ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വീ ലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ലിറ്ററൽ സോഴ്സസ് ഉള്ള ഒരു കാലഘട്ടത്തിനെ പറ്റിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇത് ബേസിക്കലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഹാരപ്പൻ സിവിലൈസേഷനും വേദിക് ലിറ്ററേച്ചറും. ഇന്ന് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹാരപ്പൻ സിവിലൈസേഷനെ നമുക്ക് ഇൻഡസ് വാലി റീജിയനിലാണ് ഈ ഒരു സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോൺ കോപ്പർ ഫേസ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അത് കോപ്പറിൽ നിന്ന് പിന്നീട് ബ്രോൺസ് ഏജിലേക്ക് വരുവാണ്. അപ്പോൾ ഒരു ബ്രോൺസ് ഏജ് യൂസ് ചെയ്തിരുന്ന സിവിലൈസേഷനാണ് ഹാരപ്പൻ സിവിലൈസേഷൻ. അതുപോലെ തന്നെ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡിൻ്റെ സ്റ്റാർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രോട്ടോ ഹിസ്റ്റോറിക് സിവിലൈസേഷൻ എന്നും വിളിക്കാറുണ്ട്. പിന്നീട് ഒരു റിവറിൻ്റെ ബാങ്ക്സിലാണ് ഈ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് റിവറൈൻ സിവിലൈസേഷൻ എന്നും പറയാറുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് പിൻഗാമികളായിട്ട് വന്നതാണ് ആര്യൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലിറ്ററേച്ചറിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, നോൺ ആര്യൻസ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടാണ് ഹാരപ്പൻ പീപ്പിളിനെ പറ്റി അവർ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോൺ ആര്യൻസ് എന്ന് നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനിലുള്ള ജനങ്ങളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ഒറിജിൻ പറയുവാണെങ്കിൽ ഏകദേശം ഒരു 2500 BC-യിലായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. വളരെ അർബനൈസ്ഡ് ആയിട്ടുള്ളൊരു സിവിലൈസേഷൻ ആയിരുന്നു. പക്ഷേ അഗ്രികൾച്ചർ സർപ്ലസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സിവിലൈസേഷനെ അർബനൈസ്ഡ് സിവിലൈസേഷൻ വിത്തൗട്ട് അഗ്രികൾച്ചർ സർപ്ലസ് എന്ന് പറയാം. ഇതിൻ്റെ ഒരു മെച്യൂർ ഫേസ് ഏകദേശം ഒരു 2200 BC to 2000 BC ആണ്. പക്ഷേ ഇപ്പോൾ 2500 BC to 1750 BC വരെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫുൾ കാലഘട്ടത്തിലും ഒരേ ടൂൾസും ഒരേ വെപ്പൺസും ഒരേ വീടുകളും തന്നെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അല്ലാതെ അവരുടെ ലൈഫ് സ്റ്റൈലിലൊന്നും ഒരു ചേഞ്ചസും ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈല് യൂണിഫോമിറ്റി ഉള്ളൊരു ലൈഫ് സ്റ്റൈലാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ഒരു സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മളൊന്ന് മാപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു സ്റ്റോൺ കോപ്പർ ഫേസ് ഉണ്ടായിരുന്നു. അവിടെ അഗ്രികൾച്ചറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിലൊരു അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടായ ഒരു പുതിയ ഗ്രൂപ്പ് ഓഫ് ജനങ്ങൾ ഒത്തുചേരാൻ തുടങ്ങുവാണ്. പലയിടങ്ങളിലും വില്ലേജസ് ഉണ്ടാവാൻ തുടങ്ങുവാണ്. അപ്പം അങ്ങനെയാണ് ഒരു ഹാരപ്പൻ സിവിലൈസേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു അഗ്രേരിയൻ ആയിട്ടുള്ള ഒരു കൾച്ചർ ഡെവലപ്ഡായി. അങ്ങനെ അവർക്ക് സർപ്ലസ് ആയിട്ടുള്ള അഗ്രികൾച്ചർ പ്രോഡക്ട്സുകൾ ഉണ്ടാവാൻ തുടങ്ങി. അതുപോലെ ഇൻറ്റേർണൽ ട്രേഡുകൾ ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോ ടൈം കഴിയും തോറും അവരുടെ ആ ഒരു യൂണിഫോമിറ്റി സ്ട്രെങ്തൻ ആയിട്ട് വന്നു. അങ്ങനെ അവിടെ ഒരു അർബനൈസ്ഡ് ആയിട്ടുള്ളൊരു സിവിലൈസേഷനിലേക്ക് മാറി. അപ്പം ഈ ഒരു എക്സ്റ്റേണൽ ട്രേഡിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മെസ്സപ്പൊട്ടോമിയ, ഈജിപ്റ്റ്, ഇവരൊക്കെ ആയിട്ട് നമ്മളിപ്പം ഹാരപ്പൻ സിവിലൈസേഷൻ പറയുവാണെങ്കിൽ തന്നെയും നമ്മളിപ്പം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ പറയുവാണെങ്കിലും നമ്മൾ പുറം രാജ്യങ്ങൾ അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് ദ വേൾഡുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പം മെയിനായിട്ട് ഈജിപ്റ്റും മെസ്സപ്പൊട്ടോമിയ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷന് മെസ്സപ്പൊട്ടോമിയ, ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായിട്ടൊക്കെ എക്സ്റ്റേണൽ ട്രേഡ് ഉണ്ടായിരുന്നു. ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ ഏകദേശം ഒരു 100,000 സ്ക്വയർ കിലോമീറ്റർ അത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൊരു സിവിലൈസേഷൻ ആയിരുന്നു. ഒരു 3-2 മില്ലേനിയം BC കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു കൾച്ചറൽ സോണ് എവിടെയും ഉണ്ടായിട്ടില്ല. ഈ മെയിനായിട്ട് ഈ ഒരു സിവിലൈസേഷൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ആണ്. 1921 നമ്മൾ ഈ ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഹാരപ്പൻ പ്രൊവിൻസ് ഡിസ്കവർ ചെയ്തത്. മെയിനായിട്ട് വെസ്റ്റ് പഞ്ചാബിൽ, പാകിസ്ഥാൻ റീജിയനിലാണ് ആദ്യം 1921 ഡിസ്കവർ ചെയ്തത്. പിന്നീട് ഇതിൻ്റെ കൾച്ചറൽ ഡിസ്ട്രിബ്യൂഷൻസ് പഞ്ചാബ്, സിന്ധ്, ബലൂചിസ്ഥാൻ, ഗുജറാത്ത്, രാജസ്ഥാൻ, പിന്നെ കുറച്ച് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഉത്തർപ്രദേശ്, ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു കൾച്ചറൽ ഡിസ്ട്രിബ്യൂഷൻ പല ഭാഗങ്ങളിലും ഉണ്ടെങ്കിലും ഈ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ രാജസ്ഥാനിലും ഗുജറാത്തിലുമുള്ള ഹാരപ്പൻ സിവിലൈസേഷന് സിമിലാരിറ്റീസ് അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്കതൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇനി പക്ഷെ നമുക്ക് എക്സ്റ്റേണൽ ട്രേഡ് മെസ്സപ്പൊട്ടോമിയ, ഈജിപ്റ്റുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് എക്സ്കവേഷൻസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരുടെ ഡെവലപ്മെൻറ്റിന് ഈ മെസ്സപ്പൊട്ടോമിയയും ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ആ ഒരു ട്രേഡിങ്ങും കണക്ഷൻസും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ വേറെ ഔട്ട്സൈഡായിട്ടുള്ള
മറ്റ് സിവിലൈസേഷൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നൊന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ ഫീച്ചേഴ്സായിട്ട് നമ്മൾ ഒറ്റയടിക്ക് ഈ ഒരു ഒറിജിനൽ പറയുമ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ള ടൗൺസ് കാണാൻ പറ്റും. പിന്നെ സ്ട്രീറ്റ്സ്, ഡ്രെയിനേജ് സിസ്റ്റംസ്, പൈപ്പ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഹാരപ്പൻ സിവിലൈസേഷനിൽ കാണാൻ പറ്റും. ഇപ്പം മെസപ്പൊട്ടോമിയ എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു ഗ്രോത്തിനെ അപ്പസാഡ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അതായത് ഒരു അടുക്കും ചിട്ടയില്ലാത്ത വളരെ യാദൃശികമായിട്ട് പെട്ടെന്നൊരു സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്ത പോലെയാണ് കാണുന്നത്. പക്ഷേ ഹാരപ്പയിൽ എടുക്കുകയാണെങ്കിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സിവിലൈസേഷനാണ്. അതുപോലെ യൂണിഫോമിറ്റി ഉള്ളൊരു സിവിലൈസേഷൻ ആയിരുന്നു. ഈ ഹാരപ്പയിൽ തന്നെ നമ്മൾ റെക്റ്റാങ്കുലർ ഹൗസസ് കാണാൻ പറ്റും, ബ്രിക്ക് ലൈൻഡ് ആയിട്ടുള്ള ബാത്റൂം കാണാം, സ്റ്റെയർ വേസ് കാണാൻ പറ്റുന്നു. ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ടൗൺ പ്ലാനിങ് ഉള്ള ഒരു സിവിലൈസേഷനും വെസ്റ്റ് ഏഷ്യയിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അതുപോലെ പുരാതന കാലത്ത് ആ ഒരു അന്നത്തെ സാഹചര്യത്തിൽ ഇത്രയും ഡെവലപ്മെൻറ്റും അർബനൈസേഷനും ഒക്കെ ഉള്ള സിവിലൈസേഷൻ എവിടെയും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ എക്സെപ്റ്റ് ക്രീറ്റിനെ പറ്റി ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീയുടെ ആ ഒരു ഗ്രീക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ലാർജസ്റ്റ് ഐലൻഡാണ്. അവിടെ ഈ ഒരു ഹാരപ്പനെ പോലെ തന്നെ ഡെവലപ്ഡ് ആയിട്ടുള്ള ടൗൺ പ്ലാനിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഹാരപ്പൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ട്രേഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഒന്നും ഹാരപ്പയിൽ വന്നിട്ടില്ലായിരുന്നു. എല്ലാം അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ആർട്ടുകൾ, അതുപോലെ തന്നെ അവരുടെ ലോക്കൽ അനിമൽസ് ഉണ്ടായിരുന്നു. ഒരു സിവിലൈസേഷനെയും അത് റിസംബിൾ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഒറിജിനെ പറ്റി ഒരു ക്ലിയർ ഐഡിയ കിട്ടാത്തത്. മറ്റ് സിവിലൈസേഷനുമായിട്ടൊരു റിസംബിൾ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു സിവിലൈസേഷൻ്റെ ഒറിജിൻ ഒരു വ്യക്തത വരാത്തത്. നമുക്കിനി ജോഗ്രഫിക്കൽ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ സൈറ്റുകൾ വെച്ചിട്ട് ജോഗ്രഫിക്കൽ എക്സ്റ്റെൻറ്റ് നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ റിവറൈൻ ആയിട്ടുള്ള സിവിലൈസേഷനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോർത്ത് സൈഡിൽ ചെനാബ് റിവറിൻ്റെ ഭാഗത്തും, നോർത്ത് ഈസ്റ്റിൽ വരുവാണെങ്കിൽ മീററ്റ് സൈഡിൽ അവിടെ ഹിൻഡൻ റിവറിൻ്റെ സ്ഥലത്തും, സദേൺ പാർട്ടിലാണെങ്കിൽ നർമ്മദ റീജിയനിലും, ഇനി വെസ്റ്റേൺ പാർട്ടാണെങ്കിൽ ആ ഒരു ബലൂചിസ്ഥാൻ സൈഡിലുള്ള ഡാഷിക് റിവറിലൊക്കെയാണ് ഈ ഒരു ജോഗ്രഫി എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നത്. ഏകദേശം 250 സിറ്റീസ് ഉണ്ടായിരുന്നു. ഈ ഒരു 250 സിറ്റീസിൽ 6 സിറ്റീസാണ് ഹാരപ്പൻ സിവിലൈസേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമ്പിളായിട്ട് പറയുന്നത് ഒന്ന് ഹാരപ്പ, അതുപോലെ തന്നെ മോഹൻജദാരോ. ഹാരപ്പ പഞ്ചാബിലാണ്, മോഹൻജദാരോ സിന്ധ് റീജിയനിലുമാണ്. ഇത് രണ്ടും പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നേരത്തെ 6 സിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു, 2 ഇപ്പം പറഞ്ഞിട്ടുണ്ട്, ഹാരപ്പയും മോഹൻജദാരോവും. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാൻഹുദാരോ ആണ്. ഇത് ഏകദേശം മോഹൻജദാരോയുടെ ഒരു സൗത്ത് പാർട്ടിലായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗുജറാത്തിലെ ലോത്തൽ, പിന്നീട് കാലിബംഗൻ രാജസ്ഥാനിലാണ്, രാജസ്ഥാൻ്റെ നോർത്തേൺ പാർട്ടിലായിട്ട് വരും. അതുപോലെ 6ാമത്തേന്ന് പറഞ്ഞാൽ ബെൻവാലി ഹരിയാനയിലാണ്. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ് അല്ലെങ്കിൽ ജോഗ്രഫി, അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ സ്പ്രെഡ് ചെയ്തേക്കുന്നത് ഇത്തരം റീജിയനിലാണ്. ഇനി നമുക്ക് ഇവരുടെ സോഷ്യൽ ലൈഫിനെ പറ്റി നോക്കാം. അതായത് അവരുടെ ടൗൺ പ്ലാനിങ്ങും സ്ട്രക്ചേഴ്സും ഒക്കെയാണ്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന എക്സ്കവേഷനിലൂടെയാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇവരുടെ സോഷ്യൽ ലൈഫ് വളരെ ഗ്രേഡഡ് സൊസൈറ്റി ആയിരുന്നു. അതായത് അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ്സസൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ സ്ലേവറി ഒരു ഇൻ്റഗ്രൽ പാർട്ടാണെന്ന് നമുക്ക് പറയാം. കാരണം ഇപ്പം സൊസൈറ്റിയിൽ ഒരു ഡിവിഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണെങ്കിലും ഒരു സൊസൈറ്റിക്ക് ഒരു ഡിവിഷൻസ് കാണിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്ലേവറി ഇല്ലാതെ അവിടെ ആ ഒരു ഡിവിഷൻ നടക്കില്ല. പിന്നീട് ഋഗ്വേദയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡൊമസ്റ്റിക് സ്ലേവിനെ പറ്റി. അത് ശരിക്കും പ്രീസ്റ്റിനെ അസിസ്റ്റ് ചെയ്യാൻ മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം നോൺ ആര്യൻസിൻ്റെ കാലഘട്ടത്തിൽ സ്ലേവറി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. ഇനി എക്സ്കവേഷൻസിലേക്ക് പോകുമ്പം ഇവരുടെ വീടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എല്ലായിടത്തും ഒരു ഗ്രിഡ് സിസ്റ്റം ഫോളോ ചെയ്തിട്ടുണ്ട്. എല്ലാ വീടുകളും തമ്മിൽ ഒരു കണക്ഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പം മെയിനായിട്ട് കണക്ഷൻസ് എന്ന് പറയുമ്പോൾ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ റോഡാണല്ലേ. അപ്പം ഈ ഒരു ഓരോ റോഡും വന്ന് മീറ്റ് ചെയ്യുന്ന ജംഗ്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരുന്നു ക്രോസ് കട്ട് ചെയ്യുന്നത്. അപ്പം ഈ റോഡ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ സിറ്റിയെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ബ്ലോക്കുകളായിട്ട്
ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് പ്ലേസ് ആണ് മോഹൻജദാരോയിലെ ഗ്രേറ്റ് ബാത്ത്. ഈ ഗ്രേറ്റ് ബാത്തിൽ ഒരു മീൻ ചെയ്യുന്ന ഒരു വലിയ ടാങ്കാണ്. അപ്പം ആ ടാങ്കിനോട് ചേർന്ന് അവിടുത്തെ സിറ്റഡലിൽ ഒരു തിട്ടയുണ്ട്. അവിടെയൊക്കെ നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രിക്സിൻ്റെ വർക്ക്സ് കാണാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഓരോ സൈഡിലായിട്ടും അല്ലെങ്കിൽ ഓരോ എൻഡിലായിട്ടും സ്റ്റെപ്പുകൾ കാണാൻ പറ്റും. ഈ സ്റ്റെപ്പുകൾ എന്ത് ചെയ്യാണ്, സർഫസിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രേറ്റ് ബാത്തിന് സൈഡിലായിട്ട് തന്നെ റൂമുകളുണ്ട്. ഈ റൂമുകൾ അവരുടെ വസ്ത്രങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള റൂമുകളാണ്. അതുപോലെ ഈ ഗ്രേറ്റ് ബാത്തിൻ്റെ ഫ്ലോറ് ബേൺഡ് ബ്രിക്ക് കൊണ്ട് ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് അഡ്ജസൻറ്റ് റൂമിൽ നിന്ന് വരുന്ന ഒരു കിണറിൽ നിന്നാണ്, വലിയൊരു കിണറിൽ നിന്നാണ് ഇതിലേക്കുള്ള വെള്ളം നിറയ്ക്കുന്നത്. അതുപോലെ ഈ ഔട്ട്ലെറ്റ്സുകൾ ഉണ്ടായിരുന്നു. ഈ ആഫ്റ്റർ ബാത്ത് ഈ ഒരു വേസ്റ്റ് ഓഫ് വാട്ടർ പോകാനുള്ള ഔട്ട്ലെറ്റ്സുകൾ അതിൽ ഉണ്ടായിരുന്നു. ഇനി നമുക്കറിയാലോ, ഇപ്പോൾ ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് റിച്വൽസിന് വേണ്ടിയാണ് ഹാരപ്പൻസ് യൂസ് ചെയ്തത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ എല്ലാ റിലീജിയസ് സെറമണിയിലും ഒരു ബാത്തിങ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റൽ റോള് തന്നെ ഉണ്ട്. അപ്പം ഈ ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു റിച്വൽസ് അല്ലെങ്കിൽ റിലീജിയസ് ആക്ടിവിറ്റീസിനാണ് യൂസ് ചെയ്തിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നേരത്തെ നമ്മളൊരു പബ്ലിക് പ്ലേസ് ആയിട്ടുള്ള ഗ്രേറ്റ് ബാത്തിനെ പറ്റിയാണ് പറഞ്ഞത്. മോഹൻജദാരോയിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ ലാർജസ്റ്റ് ബിൽഡിങ്സ്, അതായത് ഗ്രേനറി സിസ്റ്റംസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായത് പത്തായപ്പുര. അപ്പോൾ ഈ ഒരു വലിയ പത്തായപ്പുര കാണുന്നതെന്ന് വെച്ചാൽ അവരുടെ അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഇവരുടെ ഡ്രെയിനേജ് സിസ്റ്റം വളരെ ഇമ്പ്രസീവാണ്. അതായത് ഇപ്പം വലിയ വീടുകളാണെങ്കിലും ചെറിയ വീടുകളാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള സ്വന്തമായിട്ട് ഓരോ വീടുകൾക്കും കോർട്ട്യാർഡുണ്ട്. അതുപോലൊപ്പം തന്നെ ബാത്റൂമും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വെൽ അർബനൈസ്ഡ് സൊസൈറ്റി ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇപ്പം മോഹൻജദാരോയിൽ നമ്മൾ ഗ്രേനറി അല്ലെങ്കിൽ പത്തായപ്പുര കണ്ടു. അതുപോലെ ഹാരപ്പയിലേക്ക് വരുവാണെങ്കിലും ഹാരപ്പയിൽ ഇതുപോലെ സിറ്റഡലുണ്ട്. ആ സിറ്റഡലിലേക്ക് നോക്കുവാണെങ്കിൽ 6 ഗ്രേനറി സിസ്റ്റംസ് നമുക്ക് കാണാം. അത് എല്ലാ ഗ്രേനറീസും റിവർ ബാങ്കിൽ നിന്ന് കുറച്ച് അകലെയായിട്ടാണ്, എന്ന് പറഞ്ഞാൽ അധികം അകലെയല്ല, ഒരു ഫ്യൂ കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഗ്രേനറി സിസ്റ്റംസ് എല്ലാം അവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഗ്രേനറീസിൻ്റെ സൗത്ത് പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വർക്കിംഗ് ഫ്ലോർസ് കാണാൻ പറ്റും. സർക്കുലാർ ഷേപ്പിലുള്ള ബ്രിക്ക് പ്ലാറ്റ്ഫോംസ് ആണുള്ളത്. അത് ഇവർക്ക് ഈ ധാന്യങ്ങൾ വെച്ചിട്ട് അവരുടെ ജോലികൾ ചെയ്യാനുള്ള ഫ്ലോർസ് ആയിരുന്നു അത്. അതുപോലെ തന്നെ മെയിനായിട്ട് ഈ പത്തായപ്പുരയുടെ പല ഭാഗങ്ങളിലെ വിള്ളലുകളിൽ നിന്ന് നമുക്ക് ഗോതമ്പിൻ്റെയും ബാർലിയുടെയൊക്കെ റിമൈൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2 മുറികളുണ്ടായിരുന്നു. അത് മെയിനായിട്ട് ഈ വർക്കേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള താവളങ്ങളായിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ കാലിബംഗൻ എന്ന് പറയും. കാലിബംഗനിലും ഇതേപോലെ തന്നെ ഹാരപ്പയിലെ കണക്ക് തന്നെ സൗത്ത് പാർട്ടിൽ വർക്കിംഗ് ഫ്ലോർസ് ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മളിപ്പോൾ മോഹൻജദാരോ ആണെങ്കിലും ഹാരപ്പ ആണെങ്കിലും കാലിബംഗൻ ആണെങ്കിലും ഈ 3 റീജിയനിലും ഗ്രേനറീസ് കാണപ്പെടുന്നു. അതായത് ഗ്രേനറീസിന് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് റോളാണ് ഹാരപ്പയിലെ സോഷ്യൽ ലൈഫിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മളിപ്പം പറയുന്ന കാലിബംഗനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം എല്ലാ വീടുകളിലും കാലിബംഗനിലെ വീടുകളിൽ നമുക്ക് കിണറുകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വീടുകളിൽ നിന്നുള്ള വെള്ളം സ്ട്രീറ്റിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കണക്ഷൻ വരുന്ന ഡ്രെയിനേജ് സിസ്റ്റത്തിൽ ബ്രിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റോണിൻ്റെ വലിയ സ്ലാബ് വെച്ചിട്ടോ അവർ കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ഡ്രെയിൻസിൽ മാൻ ഹോൾസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നീട് ഈ ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ നോക്കുമ്പം ഇവർ ഹെൽത്തിനും ക്ലെൻലിനെസ്സിനും എത്രത്തോളം അറ്റൻഷൻ കൊടുക്കുന്നു എന്ന് മനസ്സിലാക്കാം. മറ്റൊരു സിവിലൈസേഷനിലും ഹെൽത്തിനും ക്ലെൻലിനെസ്സിനും ഇത്രയും അറ്റൻഷൻ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കപ്പെട്ടിട്ടില്ല. ഇനി നമ്മൾ ഈ ഒരു ഈജിപ്തും മെസപ്പൊട്ടോമിയയിലേക്ക്, അതായത് വെസ്റ്റേൺ ഏഷ്യയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഇത്രയും ബേക്ക്ഡ് ആയിട്ടുള്ള ബ്രിക്സ് ലാർജർ എക്സ്റ്റെൻറ്റിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് ഹാരപ്പൻ്റെ ഒരു മിടുക്ക് തന്നെയാണ്. എന്താണ്, ബേക്ക്ഡ് ബ്രിക്സ് ഇത്രയും ലാർജർ എക്സ്റ്റെൻറ്റിൽ നമുക്ക് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈജിപ്തിലൊക്കെ ഡ്രൈഡ് ബ്രിക്സ് ആണ് ഈ ഒരു ബേക്ക്ഡ് ബ്രിക്സിന് കണ്ടംപററി ആയിട്ട് അവർ യൂസ് ചെയ്തിരുന്നത്. പിന്നീട് ഇനി നമ്മൾ നോക്കുന്നത് സോഷ്യൽ ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ
പൊളിറ്റിക്കൽ ലൈഫിലേക്കാണ് പോകുന്നത്. അപ്പം ഹാരപ്പയിലും മോഹൻജദാരോയിലും അവർക്ക് സ്വന്തമായിട്ട് തന്നെ സിറ്റഡൽ ഉണ്ടായിരുന്നു. അവരുടെ ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ റൂളിംഗ് ക്ലാസ്സാണ് മെയിനായിട്ട് ഒക്യുപ്പൈ ചെയ്തിരുന്നത്. അപ്പം നമുക്ക് അപ്പർ ക്ലാസ്സുകളാണ് ഈ ഒരു സിറ്റഡലിൽ താമസിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാം. ഇനി ഈ ഒരു സിറ്റഡലിന് ബിലോ ആയിട്ട് ലോവർ ടൗൺ എന്ന് പറയും. അവിടെയാണ് നമ്മൾ ഈ ബ്രിക്ക് ഹൗസസ് ഒക്കെ കാണപ്പെടുന്നത്. അവിടെ താമസിക്കുന്നത് ലോവർ ക്ലാസ് അല്ലെങ്കിൽ കോമൺ പീപ്പിളാണ്. നമ്മളുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ വളരെ വെൽ അഡ്മിനിസ്ട്രേറ്റഡ് സിസ്റ്റമാണ് കാണുന്നത്. അതായത് സ്റ്റാർട്ട് ടു എൻഡ് അവരുടെ ആ ഒരു യൂണിഫോമിറ്റി നമുക്ക് ഒരു ചേഞ്ചസും വന്നിട്ടില്ല. പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഏതൊരു സിവിലൈസേഷനിലാണെങ്കിൽ അവിടെ ഒരു ഹെഡ് കാണും. അപ്പോൾ ഇവിടുത്തെ മാസ്റ്റർ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ആരാണെന്ന് വെച്ചാൽ ഒരു വ്യക്തതയൊന്നുമില്ല. എങ്കിലും നമുക്ക് കിട്ടിയ എവിഡൻസസ് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇപ്പം അന്നത്തെ കാലഘട്ടത്തിൽ മെർച്ചൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വാറിയേഴ്സും ഉണ്ടായിരുന്നു, പിന്നെ പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വാരിയർ ക്ലാസ് എടുക്കുവാണെങ്കിൽ നമുക്കവിടെ വാർ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഹെഡായിട്ട് വരുമെന്ന് നമുക്കൊരിക്കലും കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ബാലൻസ് വരുന്നത് പ്രീസ്റ്റും മെർച്ചൻസുമാണ്. ഇതിലാരാന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ഒരു ടേമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം അവിടുത്തെ റിലീജിയസ് ലൈഫ് ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പം ഹാരപ്പയിലെ എക്സ്കവേഷൻസിലൊന്നും ഒരു ടെമ്പിൾ ആർക്കിടെക്ചറിൻ്റെ റിമൈൻസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു റിലീജിയസ് സ്ട്രക്ചേഴ്സായിട്ട് ആകെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ ഗ്രേറ്റ് പാത്ത് മാത്രമായിരുന്നു. വേറൊന്നും തന്നെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പം മെസ്സപ്പൊട്ടോമിയ, വെസ്റ്റ് ഏഷ്യയിലേക്ക് പോവുകയാണെങ്കിൽ ലോവർ പൊട്ടോമിയയിലൊക്കെ പ്രീസ്റ്റ് റൂളായിരുന്നു അവിടെ നടന്നിരുന്നത്. അപ്പം ഹാരപ്പയിൽ പക്ഷേ പ്രീസ്റ്റ് റൂൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ടെമ്പിളിൻ്റെ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇവരുടെ സ്ക്രിപ്റ്റ് നമുക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ വായിക്കപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആക്ച്വൽ നേച്ചർ നമുക്ക് പറയാനാവത്തില്ല. പക്ഷേ ലോത്തലിൽ ഗുജറാത്തിൽ ഒരു ഫയർ കൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ടെമ്പിൾ ഇല്ലാത്തതുകൊണ്ട് ഈ ഫയർ കൾട്ട് എന്തിനാണ് യൂസ് ചെയ്തതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് എക്സ്കവേഷൻസിൽ ടെറാക്കോട്ട ഫിഗറിൻ ഓഫ് വിമൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെറാക്കോട്ട കൊണ്ടുള്ള ആ ഒരു ലേഡിയുടെ ആ ഒരു ഫിഗറിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലാന്റ് ഉണ്ട്. ആ ഒരു പ്ലാന്റ് കാണിച്ചിട്ടുണ്ട്. ആ വിമൻ്റെ എംബ്രിയോയിൽ നിന്നിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഗ്രോത്ത് ചെയ്ത് വരുന്നത്. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഭൂമി ദേവിയാണ്. അപ്പം നമുക്ക് മനസ്സിലായ ഹാരപ്പൻസ് ഭൂമി ദേവിയെ ആരാധിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് ആണ് ഈ കാണിക്കുന്നത്. അതുപോലെ ഇപ്പം ഈജിപ്റ്റ്, വെസ്റ്റ് ഏഷ്യയിലുള്ള ഈജിപ്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർ നൈൽ എന്ന് പറയുന്ന നദിയെ അവർ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഹാരപ്പൻസ് എർത്തിനെയാണ് വർഷിപ്പ് ചെയ്തത്. പക്ഷേ ഈജിപ്തിൻ്റെ ഒരു നേച്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ റൂളിംഗ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ത്രോൺ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്ത് പോകുന്നത് അവിടുത്തെ മക്കൾക്കാണ്, ഡോഡറിനാണ്. അപ്പം പക്ഷേ ഹാരപ്പയിൽ അങ്ങനെ ഒരു നേച്ചർ ഓഫ് ഇൻഹെറിറ്റൻസ് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഹാരപ്പൻസ് ഈജിപ്ഷ്യനെ പോലെ മേട്രിയാർക്കിയലായിട്ടുള്ള ജനങ്ങളാണെന്ന് നമുക്കൊരിക്കലും കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് നമുക്ക് വേറൊരു എവിഡൻസ് ആയിട്ട് കിട്ടിയത് മെയിൽ ഡേറ്റിയാണ്, അതായത് പരബ്രഹ്മം. ആ പരബ്രഹ്മത്തിൻ്റെ ഒരു സീല് കിട്ടിയിട്ടുണ്ട് ഇൻഡസ് വാലിയിൽ നിന്ന്. ഈ പരബ്രഹ്മത്തിന് 3 തലയുണ്ടായിരുന്നു, 3 ഹെഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹോൺസ് ഉണ്ടായിരുന്നു. ഒരു യോഗി പോഷറിലാണ് ഇരുന്നിരുന്നത്. ഈ അതിന് ചുറ്റുമായിട്ട് 4 മൃഗങ്ങളുണ്ടായിരുന്നു: എലിഫൻറ്റ്, ടൈഗർ, റൈനോ, ബെഫലോ. പിന്നീട് ആ ഫീറ്റിന് നിയറായിട്ട് 2 മാനുകളുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു സീലിൻ്റെ ഇമേജിലേക്ക് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പശുപതി മഹാദേവയുടെ ആ ഒരു സ്ട്രക്ചറാണ് മനസ്സിലേക്ക് വരുന്നത്. ഈ ഒരു 4 അനിമൽസ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 അനിമൽസ് 4 ഡയറക്ഷൻ ഓഫ് എർത്താണ്. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്, ആ ഒരു ഡയറക്ഷനാണ്. ഈ 4 ഡയറക്ഷനിലും ദൈവം നമ്മളെ സംരക്ഷിച്ച് നോക്കുന്നുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ ഒരു സീലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു ആനിമൽസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ലേറ്റർ ഹിന്ദുയിസം വന്നപ്പോഴും ഓരോ ദൈവങ്ങൾക്കും അവരുടേതായിട്ടുള്ള വാഹനങ്ങളുണ്ട്. അവരുടെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ഓരോ മൃഗങ്ങളും അവരുടെ വാഹനങ്ങളായിട്ടുണ്ട്.
പിന്നീട് വേറൊരു വർഷിപ്പിനെ പറ്റി പറയുന്നത് ഫാലസ് വർഷിപ്പാണ്. ഫാലസ് വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് ഓർഗൻസ്, അതായത് നമുക്ക് ഒരു സ്റ്റോണിൻ്റെ ഒരു ഫീമെയിൽ സെക്സ് ഓർഗൻ എക്സ്കവേറ്റ് ചെയ്താൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവർക്ക് ഫാലസ് വർഷിപ്പ് ഉണ്ടെന്നുള്ളതാണ്. ഋഗ്വേദയിൽ നോൺ ആര്യൻ പീപ്പിളിനെ പറ്റി മെൻഷൻ ചെയ്തപ്പോഴും അതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നോൺ ആര്യൻ പീപ്പിൾ ഫാലസ് വർഷിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു റിലീജിയസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവർ ട്രീസും ആനിമൽസിനെ വർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അവിടുന്ന് കിട്ടിയിട്ടുള്ള ദൈവങ്ങളുടെ ഇമേജസ് എടുക്കുകയാണെങ്കിൽ അതിൽ പീപ്പിൾ ട്രീൻ്റെ ബ്രാഞ്ചസ് വരച്ചേക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവർ ട്രീസിനെ വർഷിപ്പ് ചെയ്തു എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹംഡ് ബുള്ളിനെ അവർ റെസ്പെക്റ്റോടെ ആയിരുന്നു കണ്ടിരുന്നത്. പിന്നീട് പക്ഷേ ഈ അവർ വർഷിപ്പുണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിലും ആ ദൈവത്തിനെ ഒരു ടെമ്പിളിൽ കൊണ്ടുവന്ന് ആരാധിച്ചിരുന്നില്ല. പക്ഷേ ഇത് ഈജിപ്തിലും മെസപ്പൊട്ടോമിയയിലൊക്കെ ടെമ്പിൾസൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്ക്രിപ്റ്റ് മനസ്സിലാക്കുന്നത് വരെ നമുക്ക് ഇവരുടെ റിലീജിയസ് ബിലീഫിനെ പറ്റി വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഹാരപ്പൻസ് ഗോസ്റ്റിനെ ഈവിൽ ഫോഴ്സസിനെയൊക്കെ പേടിച്ചിരുന്നു. അവരുടെ ലൈഫിനെ ഹാം ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഏലസ് അല്ലെങ്കിൽ മന്ത്രത്തകിട് യൂസ് ചെയ്തിരുന്നു എന്നുള്ള എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ അഥർവ വേദത്തിലും നോൺ ആര്യൻസിനെ പറ്റി പറയുമ്പം ഈ മഹാവ്യാധികൾ അല്ലെങ്കിൽ അസുഖങ്ങൾ അതുപോലെ ഈവിൽ ഫോഴ്സസ് ഒക്കെ നമ്മളെ ശല്യം ചെയ്യുമ്പം ഏലസ് ഉപയോഗിക്കാനായിട്ട് നോൺ ആര്യൻസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അഥർവ വേദത്തിലും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ടെമ്പിള് റിമൈൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ടും പിന്നെ അവരുടെ വർക്ക്ഷിപ്പൊക്കെ റിലേറ്റഡ് ടു നേച്ചർ കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രീസ്റ്റ് ആയിരിക്കില്ല റൂളിംഗ് ക്ലാസ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹാരപ്പൻസ് കൂടുതലായിട്ടും കൺസേൺ ചെയ്യുന്നത് കൊമേഴ്സിൽ തന്നെയാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ മാക്സിമം പോസിബിലിറ്റി ഓഫ് റൂളിംഗ് ക്ലാസ് എന്ന് പറയുന്നത് ട്രേഡേഴ്സ് അല്ലെങ്കിൽ മെർച്ചൻസ് ആണെന്ന് ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം. ഇനി നമ്മൾ പോകുന്നത് ഇവരുടെ എക്കണോമിക് ലൈഫിനെ പറ്റിയാണ്. എക്കണോമിക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അഗ്രികൾച്ചർ തന്നെയാണ്. മെയിനായിട്ട് ഓർക്കേണ്ടത് സ്റ്റോൺ കോപ്പർ ഫേസിന് ശേഷമാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വന്നത്. അതുകൊണ്ട് തന്നെ ബ്രോൺസ് ഏജ് ആണ്. അതുകൊണ്ട് തന്നെ അയൺ യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊരു ഓർമ്മ വേണം. ഏകദേശം ഒരു 1100 BC കാലഘട്ടത്തിലാണ് അയൺ യൂസേജ് വന്നിട്ടുള്ളത്. ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആ ഒരു ഇൻഡസ് റീജിയനിലേക്ക് നോക്കുകയാണെങ്കിൽ ജോഗ്രഫി പരമായിട്ട് അവിടെ അധികം ഫെർട്ടൈലായിട്ടുള്ള റീജിയൻ അല്ല, മഴ അധികം ലഭിക്കാത്ത റീജിയനാണ്. പക്ഷേ ഏൻഷ്യൻ ലൈഫിൽ അല്ലെങ്കിൽ ഏൻഷ്യൻ ടൈമിൽ ഇത്രയും പ്രോസ്പെറിറ്റി നമ്മൾ കാണുന്നുണ്ട്. അത്രയും നല്ല പ്രോസ്പെറസ് ആയിട്ടുള്ള വില്ലേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ കാലത്ത് അത് വളരെ ഫെർട്ടൈലായിരുന്നു. ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് നമുക്ക് ഇവിടെ റെയിൻഫാൾ ഒരു 15 സെൻറ്റിമീറ്ററൊക്കെ കിട്ടുന്നുള്ളൂ. പക്ഷേ 4th century BC അലക്സാണ്ടർ ഒരു ഹിസ്റ്റോറിയനാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിലെ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഫെർട്ടൈലായിട്ടുള്ള റീജിയൻ സിന്ധായിരുന്നു എന്നാണ്. സിന്ധിലായിരുന്നു ഏറ്റവും കൂടുതൽ ടിമ്പർ ഫ്യൂവൽ എക്സ്പ്ലോയിറ്റ് ചെയ്തത്. ആ ടിമ്പർ ഫ്യൂവൽ ആണ് ബ്രിക്സ് ഒക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടി ഹാരപ്പൻസ് യൂസ് ചെയ്തത്. പക്ഷേ കോഴ്സ് ഓഫ് ടൈം പാസ് ചെയ്യുമ്പോഴേക്കും അവിടുത്തെ വെജിറ്റേഷൻസ് ഒക്കെ ഡിസ്ട്രോയ് ആവാൻ തുടങ്ങി. കാരണം അത്രത്തോളം അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ വന്നു, അതുപോലെ ഗ്രേസിങ് വന്നു. അന്ന് ഫ്യൂവലൊക്കെ അത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പം ഒബിയസ്ലി അവിടുത്തെ ഫെർട്ടിലിറ്റി നഷ്ടമാകും, ആ ഒരു ജോഗ്രഫി തന്നെ മാറും. അതായിരിക്കും മെയിനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പം ഈ ഒരു റീജിയൻ അത്ര ഫെർട്ടൈൽ അല്ലാത്തത്. ഇനി നമ്മൾ അഗ്രികൾച്ചറിനെ പറ്റി കൂടുതൽ പറയുമ്പം ഈ ഒരു റീജിയനിൽ ഇൻഡസ് റിവർ ആനുവലി വെള്ളപ്പൊക്കം ഉണ്ടാക്കാറുണ്ടായിരുന്നു. നമുക്കറിയാം ഈജിപ്റ്റ് ഉണ്ടായത് തന്നെ നൈലിൻ്റെ വരദാനമാണെന്ന് പറഞ്ഞിട്ടാണ്. അതേപോലെ തന്നെയാണ് ഇൻഡസ് ആണ് ചെയ്തേക്കുന്നത്, അലൂവിയൽ സോയിൽ മൊത്തം ക്യാരി ചെയ്ത് വെള്ളപ്പൊക്കം വഴി അവിടെ സിന്ധ് എന്ന് പറയുന്നൊരു റീജിയൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ റീജിയൻ അത്രത്തോളം ഫെർട്ടൈലായിരുന്നു ഈ ഒരു അലൂവിയൽ സോയിൽ ഉള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ നവംബർ റീജിയനിലൊക്കെയാണ്, കാരണം ഫ്ലഡ് പിൻവലിക്കുന്ന ആ ഒരു സമയം, ഫ്ലഡ് ഇല്ലാത്ത ഒരു സമയം നവംബർ മാസമാണ്. ആ നവംബർ മാസങ്ങളിലാണ് ഇവർ വിത്തുകളൊക്കെ പാകുന്നത്. ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും കൊയ്തെടുക്കും. എന്ന് പറഞ്ഞാൽ ഏപ്രിലിന് ശേഷം വീണ്ടും അടുത്ത ഫ്ലഡ് വരും. അപ്പോൾ ഇവരുടെ അഗ്രികൾച്ചർ നവംബർ ടു
ഏപ്രിലാണ്. അതുപോലെ തന്നെ ഈ റീജിയനിൽ നമുക്ക് തൂമ്പയൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇവരെങ്ങനെയാണ് ഉഴുതത്, കൃഷിക്ക് വേണ്ടി ഉഴുതു മറിച്ചതും ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കൊരു ഡിസ്കവർ ചെയ്ത് അതിൻ്റെ മെറ്റീരിയൽസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ചാല് അല്ലെങ്കിൽ കുഴികൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാലിബംഗനിലൊക്കെ ഇത്തരം ഫീൽഡുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവർ ഉഴുത് അല്ലെങ്കിൽ ഉഴുതിരുന്നു അല്ലെങ്കിൽ മണ്ണ് കിളച്ചിരുന്നു എന്നുള്ളതിന് എവിഡൻസുകളൊക്കെ കാലിബംഗനിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി മേ ബി ചിലപ്പോൾ നമുക്ക് എവിഡൻസ് കിട്ടാത്തത് അവർ തടി കൊണ്ടുള്ള തൂമ്പയായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്, പ്രോബബിലിറ്റിയാണ് പറയുന്നത്. പിന്നെ ഈ റീജിയനൊക്കെ ഉഴുതേക്കുന്നത് മനുഷ്യനാണോ അതോ അല്ലെങ്കിൽ കാളയാണോ എന്നുള്ളതിനെ പറ്റിയൊന്നും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് സ്റ്റോൺ കൊണ്ടുള്ള അരിവാളുകൾ കിട്ടിയിട്ടുണ്ട്. അരിവാൾ ശരിക്കും ആ വോള് കൊണ്ട് അരിവാൾ കൊണ്ടായിരിക്കും എന്ത് ചെയ്തേക്കുന്ന കൊയ്ത്തുകളെല്ലാം നടത്തിയിരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമുക്ക് മറ്റ് ചാനലോ അല്ലെങ്കിൽ കനാൽ ഇറിഗേഷനോ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഡാമുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഹാരപ്പ ഒരു ഫ്ലഡഡ് റീജിയൻ ആയതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരൊരു ഡെയിലി റിക്വയർമെൻറ്റ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നത്. അല്ലെങ്കിൽ ഫുഡാണല്ലോ മെയിനായിട്ടുള്ള ആവശ്യം, അതിനു വേണ്ടി അവരൊരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. ഇവരുടെ ഈ അഗ്രികൾച്ചർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല ഈ ഒരു അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് ചെയ്തിരുന്നത്, ടൗണിലുള്ള ആൾക്കാർക്കും കൂടി വേണ്ടിയായിരുന്നു. കാരണം മെർച്ചൻ്റ്, ആർട്ടിസൻസ്, ഈ അതേഴ്സ് ഇവരെല്ലാവരും സിറ്റിയിലായിരുന്നു താമസിച്ചിരുന്നത്. അവർ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു ഫുഡിൻ്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിലൊന്നും പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള ഫുഡും കൂടി ചെയ്യുന്നത് ഈ ലോവർ സിറ്റീസിലുള്ള ജനങ്ങളാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ക്ലാസ് അവിടെ ഉണ്ടായിരുന്നു, അപ്പർ ക്ലാസ് ലോവർ ക്ലാസ്സും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. പിന്നെ ചില റീജിയനിൽ കിട്ടിയിരിക്കുന്ന ബാർലിയും മറ്റു റീജിയനിൽ കിട്ടിയിട്ടുള്ള ബാർലിയൊക്കെ കമ്പയർ ചെയ്യുമ്പം ക്വാളിറ്റിയിലൊക്കെ ഡിഫറൻസ് ഉള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഏറ്റവും ഗുഡ് ക്വാളിറ്റി ഉള്ള ബാർലി കിട്ടിയത് ബെൻ വാലി റീജിയനിലായിരുന്നു. പിന്നെ ഇവിടെ എള്ളും കടുകും ഒക്കെ കൃഷി ചെയ്തിരുന്നു. ഇനി ലോത്തൽ ഗുജറാത്തിലെ ആ ഒരു റീജിയനിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1800 BC കാലഘട്ടത്തിലൊക്കെ ഇവിടെ റൈസ് ആയിരുന്നു കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. പിന്നീടാണ് അവർ മറ്റ് ഗോതമ്പ് ബാർലിയിലേക്ക് മാറിയത്. പിന്നെ ഈ ഒരു അവിടുത്തെ കർഷകർ ടാക്സ് ആയിട്ട് കൊടുത്തിരുന്നത്, അറിയാലോ അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ കർഷകർ ടാക്സ് ആയിട്ട് കൊടുത്തിരുന്നത് ഇവരുടെ ഈ ധാന്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ഇവർക്ക് വേജസ് ആയിട്ട് കിട്ടിയിരുന്നതും ഈ ഒരു ഇവരുടെ ധാന്യങ്ങൾ തന്നെയായിരുന്നു. അവർക്ക് അവരുടെ സ്റ്റോറേജ് സ്ഥലത്ത് കൊടുത്തേക്കുന്ന ധാന്യങ്ങളായിരുന്നു അവരുടെ വേജസും. ടാക്സ് ആയിട്ട് ഇവർ കൊടുത്തിരുന്നതും ഈ ധാന്യങ്ങൾ തന്നെയായിരുന്നു. മെസപ്പൊട്ടോമിയയിൽ മെയിനായിട്ട് അവർക്ക് ബാർലി ആയിട്ടായിരുന്നു വേജസ് കിട്ടിയിരുന്നത്. പിന്നീട് ഇൻഡസിലെ ഏർലിയസ്റ്റ് പീപ്പിൾ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഗ്രീക്സിൻ്റെ ലിറ്ററേച്ചേഴ്സിൽ അല്ലെങ്കിൽ ബുക്സുകളിൽ നിന്ന് നമ്മൾ റെഫർ ചെയ്യുമ്പം സിൻറ്റൻ എന്ന് പറയുന്ന നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിൻറ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൻ്റെ ഏൻഷ്യൻ നെയിമാണ്. കാരണം കോട്ടൺ ഐഡൻറ്റിഫൈ ചെയ്തത് സിന്ധിൽ നിന്നായതുകൊണ്ടാണ് ഗ്രീക്സ് അതിനെ സിൻറ്റൻ എന്ന് വിളിച്ചത്. ഇനി അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു കാര്യമാണ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. അപ്പം ഒരുപാട് അനിമൽസ് ഉണ്ട്. പിഗ്, ഷീപ്പ്, ഗോട്ട്, ബഫല്ലോ, ഓക്സ്. ഹംഡ് ബുള്ള് ഒരു പ്രത്യേക പരിഗണന കൊടുത്തിരുന്നു. നേരത്തെ റിലീജിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞപ്പം ഹംഡ് ബുള്ളിൻ്റെ സീല് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. അന്നേരം അതിനെ വർഷിപ്പ് ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഡോഗ്, ക്യാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ക്യാറ്റിനെയൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡോഗ് പെറ്റ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ഡോഗിൻ്റെ ക്യാറ്റിൻ്റെയൊക്കെ കാൽപാദങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴുത, ഒട്ടകങ്ങൾ. ഈ കഴുത ഒട്ടകമൊക്കെ എന്താണ് ബീസ്റ്റ്ലി അനിമലായിട്ട് അല്ലെങ്കിൽ ബീസ്റ്റ്ലി ഓഫ് ബേർഡൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അതായത് വളരെ മൃഗീയമായിട്ടുള്ള ഒരു വന്യമൃഗമായിട്ടായിരുന്നു ഹാരപ്പൻസ് കണ്ടിരുന്നത്. പിന്നെ എവിഡൻസ് ഓഫ് ഹോൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
അത്ര ആഴത്തിലുള്ള എവിഡൻസ് ഒന്നും നമുക്ക് മോഹൻജദാരോയിൽ നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ലോത്തൽ നിന്ന് കിട്ടിയ ഒരു ടെറാക്കോട്ട ഫിഗറിനിൽ അവ്യക്തമായിട്ട് ഹോൾസിൻ്റെ എവിഡൻസസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട്. പിന്നീട് വെസ്റ്റേൺ ഗുജറാത്തിലൊരു 2000 BC നമുക്ക് ഹോൾസിൻ്റെ റിമൈൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല അവിടെ ഹോഴ്സ് അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന്. നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഒരു റെഗുലർ യൂസ് ആയിട്ടുള്ള ഒരു അനിമൽ അല്ല ഹോഴ്സ് എന്ന് പറയാം. എലിഫൻറ്റിനെ പറ്റി വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഹാരപ്പൻസിന്. അതുപോലെ തന്നെ റൈനോയും അവർക്ക് പരിചിതമായിരുന്നു. പിന്നീട് പറയുകയാണെങ്കിൽ ഈ ഹാരപ്പൻസിനും മെസപ്പൊട്ടോമിയയും കമ്പയർ ചെയ്യുമ്പം അവർ ചെയ്തേക്കുന്ന അവരുടെ അഗ്രികൾച്ചർ ആണെങ്കിലും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസും എല്ലാം ഏകദേശം സിമിലാരിറ്റി ഉള്ളതായിരുന്നു. പക്ഷേ ഗുജറാത്തിലെ ലോത്തൽ റീജിയനിലുള്ള ഹാരപ്പൻ സൈറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ റൈസ് കണ്ടിരുന്നു. അതുപോലെ തന്നെ അവർ എലിഫൻസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷേ മെസപ്പൊട്ടോമിയയിലേക്ക് നോക്കുകയാണെങ്കിൽ എലിഫൻസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടില്ല, റൈസ് അവർക്ക് അൺവെയർ ആയിരുന്നു. ഇനി ഇവരുടെ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. അതും ഒരു ട്രേഡ് അല്ലെങ്കിൽ എക്കണോമിയുടെ ഭാഗം തന്നെയായിരുന്നു. ചില ക്രാഫ്റ്റുകൾക്ക് നമുക്ക് ഉള്ള റോ മെറ്റീരിയൽസ് വേണമെങ്കിൽ എക്സ്റ്റേണൽ ട്രേഡും ഇൻറ്റേർണൽ ട്രേഡിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു. അപ്പം നമ്മൾ ക്രാഫ്റ്റിനെ പറ്റി പറയുമ്പോൾ ഹാരപ്പൻ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോൺസ് ഏജ് ആണ്. സ്റ്റോണും മറ്റ് ടൂൾസും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അവർ ബ്രോൺസ് സ്മിത്തുകളായിരുന്നു. അതുപോലെ ബ്രോൺസ് ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടും കോപ്പറും ടിന്നിൻ്റെയും മിക്സിങ് ഉണ്ടായിരിക്കണം. പക്ഷെ ബ്രോൺസ് ഹാരപ്പയിൽ അത്ര സമൃദ്ധമായിരുന്നില്ല. അതുപോലെ തന്നെ ഈ കോപ്പറിൻ്റെ ഇമ്പ്യൂരിറ്റീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കോപ്പർ മെയിനായിട്ട് വന്നിരിക്കുന്നത് K3 മൈൻസ് ഓഫ് രാജസ്ഥാനിൽ നിന്നാണ്. പിന്നെ ബലൂചിസ്ഥാനിൽ നിന്നും നമ്മൾ കോപ്പർ കൊണ്ടുവന്നിരുന്നു. പിന്നെ ടിന്ന് നമ്മളുടെ രാജ്യത്ത് അത്ര അവൈലബിൾ അല്ലെന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അതിനെപ്പറ്റി. അപ്പം ടിന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബീഹാറിൽ നിന്നുമാണ് കൊണ്ടുവന്നിരുന്നത്. ഇവിടുത്തെ ഒരു ബ്രോൺസിനെ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ വളരെ സ്മാൾ പെർസെൻറ്റേജ് ഓഫ് ടിന്നാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പം ഈ ഒരു ബ്രോൺസ് ടൂൾസ് ഇമേജസ് ഉണ്ടാക്കാനും യൂടെൻസിൽസ് ഉണ്ടാക്കാൻ മാത്രമല്ല യൂസ് ചെയ്തിരുന്നത്, വെപ്പൺസിനും ടൂൾസിനും വേണ്ടിയും ബ്രോൺസ് ഹാരപ്പൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വാളുകളും കോടാലി അതുപോലെ കത്തികൾ സ്പിയേഴ്സ് ഇതൊക്കെ നമുക്ക് കാണാം. അതെല്ലാം ബ്രോൺസ് കൊണ്ട് തന്നെയായിരുന്നു അവർ നിർമ്മിച്ചിരുന്നത്. ഇനി കോട്ടൺ പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. മോഹൻജദാരോയിലാണ് ഒരു കോട്ടൺ പീസ് കിട്ടിയിട്ടുള്ളത്. അപ്പം നെയ്ത ഒരു കോട്ടൺ പീസാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതുപോലെ തന്നെ പല ഒബ്ജക്റ്റുകളിലും ടെക്സ്റ്റൈൽ ഇംപ്രഷൻ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ നെയ്ത്ത് അവർക്ക് പരിചിതമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നെയ്ത്തിന് വേണ്ടി അവർ വൂളും കോട്ടനും ഒക്കെയാണ് യൂസ് ചെയ്തിരുന്നത്. പിന്നീട് ബ്രിക്ക് ലേയ്മെൻറ്റും അവരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രാഫ്റ്റായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ അവർ ബോട്ട് മേക്ക് ചെയ്തിരുന്നു. അതായത് മെയിനായിട്ട് ട്രാൻസ്പോർട്ടേഷന് ബോട്ട് യൂസ് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാം. പിന്നീട് ആ ഭാഗങ്ങളിൽ ക്രാഫ്റ്റ് പറയുകയാണെങ്കിൽ ഗോൾഡ് സ്മിത്ത് ഉണ്ടായിരുന്നു. ജ്വല്ലറി മേക്കിംഗ് ആയിരുന്നു അവരുടെ മെയിൻ ജോബ്. സിൽവറും പ്രഷ്യസ് സ്റ്റോണും ഒക്കെ യൂസ് ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ എവിഡൻസസ് സദേൺ ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ബീഡും മേക്ക് ചെയ്തിരുന്നു. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്രാഫ്റ്റായിട്ട് പറയുന്നത് പോട്ടറി വീലാണ്. പോട്ടറി വീലിൽ അവരുടെ പോട്ട്സിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ മിനുസമുള്ളതും ഷൈൻ ചെയ്യുന്നതായിട്ടുള്ള പോട്ട്സ് ആയിരുന്നു അവർ മേക്ക് ചെയ്തിരുന്നത്. ഇനി ട്രേഡ് ആക്ടിവിറ്റീസ് പറയുകയാണെങ്കിൽ ഹാരപ്പയിൽ മിക്ക റോ മെറ്റീരിയൽസും അവൈലബിൾ അല്ലായിരുന്നു. അതുപോലെ തന്നെ അവർ മെറ്റാലിക് കറൻസി ഒന്നും യൂസ് ചെയ്തിരുന്നില്ല. അത് മാത്രമല്ല ഇവർക്ക് കറൻസിയെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ബാർട്ടർ സിസ്റ്റമാണ് നിലനിന്നിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർ ഫുഡ് ഗ്രെയിൻസും ഫിനിഷ്ഡ് ഗുഡ്സുമാണ് കൈമാറിയിരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ ബോർഡ് മേക്കേഴ്സ് ആണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ കാളവണ്ടികളും അവർ മെറ്റൽസ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നു.
അതായത് നെയ്ബറിങ് ഏരിയൻസിൽ നിന്ന് അവർക്ക് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് കൊണ്ടുവരാൻ ബോട്ട്സും കാളവണ്ടികളുമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതുപോലെ ഇവർ നാവിഗേഷൻ പ്രാക്ടീസ് ചെയ്തിരുന്നു. നാവിഗേഷൻ പ്രാക്ടീസ് ചെയ്തത് അറേബ്യൻ സീയിലായിരുന്നു. ഇവർക്ക് ഒരുപാട് ട്രേഡ് കണക്ഷൻസ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് രാജസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ടൈഗ്രസ്, യൂഫ്രട്ടീസ് ഈ റീജിയണിലെല്ലാം ട്രേഡ് കണക്ഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ മറ്റ് ക്രാഫ്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടുന്ന് കിട്ടിയ കോസ്മെറ്റിക്സ് ഒക്കെ മെസപ്പൊട്ടോമിയയിലെ അർബൻ പീപ്പിൾ യൂസ് ചെയ്ത അതേ കോസ്മെറ്റിക്സ് തന്നെയാണ് ഹാരപ്പയിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കോസ്മെറ്റിക്സിൻ്റെ കാര്യത്തിലും ഇവർ തമ്മിലൊരു ട്രേഡ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. പിന്നെ കുറേ ഹാരപ്പനിലുള്ള സീൽസ് എല്ലാം ഈ റീജിയൻസിലൊക്കെ മെസപ്പൊട്ടോമിയയിലും ഒക്കെ നമുക്ക് ഡിസ്കവർ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെല്ലാം ട്രേഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 2350 BC കാലഘട്ടത്തിൽ മെസപ്പൊട്ടോമിയയിലെ റെക്കോർഡ്സ് പരിശോധിക്കുകയാണെങ്കിൽ അവർ മെലൂഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ് റീജിയൻ്റെ ഏൻഷ്യൻ നെയിമാണ്. ആ മെലൂഹ ആയിട്ടുള്ള ട്രേഡ് റിലേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ബഹ്റിൻ ഒരു ട്രേഡിംഗ് സ്റ്റേഷനായിരുന്നു. മെസപ്പൊട്ടോമിയ, ഈജിപ്ഷ്യൻ റീജിയനിൽ നിന്നും ഹാരപ്പയും റീജിയൻ തമ്മിലുള്ള ഒരു ട്രേഡിംഗ് സ്റ്റേഷനായിരുന്നു പേർഷ്യൻ ഗൾഫിലെ ബഹ്റിൻ സൈറ്റ്. ഇനി നമ്മൾ നെക്സ്റ്റായിട്ട് നോക്കുന്നത് സ്ക്രിപ്റ്റുകളെ പറ്റിയാണ്. സ്ക്രിപ്റ്റുകൾ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടിയും നമുക്ക് ആ ലഭിച്ച സ്ക്രിപ്റ്റിനെ പറ്റി ഒരു ഏകദേശ ഐഡിയകൾ വേണം. 1853 ഇതിൻ്റെ ഒരു ഏർലിയസ്റ്റ് സ്പെസിമെൻ ഓഫ് സ്ക്രിപ്റ്റ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് കിട്ടിയത് 1923 പക്ഷേ കുറേ കാലത്തേക്ക് നമുക്ക് വായിച്ചെടുക്കാനേ സാധിച്ചിരുന്നില്ല. പക്ഷേ ചിലരൊക്കെ പ്രോട്ടോ ദ്രവീഡിയൻ ലാംഗ്വേജുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റു ചിലരാണെങ്കിൽ സാൻസ്ക്രിറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള രീതിയിലുള്ളൊരു കൺക്ലൂഷൻ ഒന്നിലും തന്നെ നമുക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് അറിയാത്തത് കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല ഇവരുടെ സ്ക്രിപ്റ്റ് അറിയാമായിരുന്നെങ്കിൽ ഇവർ എത്രത്തോളം ലിറ്ററേച്ചറിലുള്ള ഇവരുടെ കോൺട്രിബ്യൂഷൻസ്, ഐഡിയാസും ബിലീഫ്സൊക്കെ നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. പിന്നീട് ഈജിപ്തിനെ മെസപ്പൊട്ടോമിയ നോക്കുകയാണെങ്കിൽ ഈജിപ്തിലും മെസപ്പൊട്ടോമിയയിലെ സ്ക്രിപ്റ്റൊക്കെ വളരെ ലോങ് ഇൻസ്ക്രിപ്ഷൻസാണ് അവർ യൂസ് ചെയ്തത്. പക്ഷേ ഹാരപ്പൻസ് ആണെങ്കിൽ അവരുടെ സീൽസിലൊക്കെ വളരെ ഫ്യൂ വേർഡ്സാണ് യൂസ് ചെയ്തിരുന്നത്. ഈ സീൽസ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഐഡൻറ്റിറ്റി ആയിട്ടാണ് ഈ സീൽസ് അവർ യൂസ് ചെയ്തിരുന്നത്. പിന്നീട് ഇവരുടെ സീൽസിൽ അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസിലും ആൽഫബറ്റിക്കൽ അല്ലായിരുന്നു, എല്ലാം പിക്ചേഴ്സുള്ള സ്ക്രിപ്റ്റായിരുന്നു, പിക്റ്റോഗ്രാഫിക് സ്ക്രിപ്റ്റായിരുന്നു. പിന്നീട് മറ്റു ചിലർ ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു. അതിൻ്റെ അറ്റംപ്റ്റൊക്കെ നടന്നിരുന്നു. പക്ഷേ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മെസപ്പൊട്ടോമിയ, ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റുമായിട്ട് ഒരു തരത്തിലുള്ള സാമ്യവും ഈ ഇൻഡസ് റീജിയനിലുള്ള സ്ക്രിപ്റ്റിന് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇൻഡസ് റീജിയന് അതിൻ്റേതായിട്ടുള്ളൊരു ഇൻഡിജീനിയസ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് അവരുടെ സ്ക്രിപ്റ്റ് ആണെങ്കിലും പോട്രി ആണെങ്കിലും എല്ലാം തന്നെ. അതായത് ഒരു കണക്ഷനും ഇല്ല വെസ്റ്റേൺ ഏഷ്യയുമായിട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് ഇവരുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്. ഇവർ വളരെ അർബൻ പീപ്പിളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ട്രേഡിങ് നടത്തുന്നത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വെയിൻ യൂസ് ചെയ്തിരുന്നത് ആ അളവുകോലെല്ലാം തന്നെ 16ൻ്റെ മൾട്ടിപ്പിളായിരുന്നു. അതായത് 16, 64, 160, 320, 640 ആ ഒരു മെഷേഴ്സ് യൂസ് ചെയ്തിരുന്നു. ഈ ഒരു 16ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നീട് മോഡേൺ ടൈംസിലും ഇത് യൂസ് ചെയ്തിരുന്നു പറയാം. 16 അണ ചേരുമ്പോഴാണ് 1 രൂപയാവുന്നത്. ആ ഒരു 16ൻ്റെ കണക്കിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സ്റ്റിക്കുകളിൽ, അതായത് വടികളിലൊക്കെ മെഷറിങ് മാർക്സുകൾ കാണാൻ പറ്റും. അതായത് സ്കെയില് നമ്മൾ പറയത്തില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന സ്കെയില് അവർ യൂസ് ചെയ്തിരുന്നു പറയാം. ഈ സ്കെയില് ബ്രോൺസ് കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഇനി ഇവരുടെ ക്രാഫ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പോട്ടറിയെ പറ്റി പറയാം. അവർ പോട്ടറി വീല് വളരെ എക്സ്പേർട്ടായിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതിൽ പെയിൻറ്റഡ് ഡിസൈൻസ് ഉണ്ടായിരുന്നു. ഡിസൈൻസ് മെയിനായിട്ട് ട്രീസും സർക്കിൾസും ഒക്കെയാണ് ഡിസൈൻസായിട്ട് യൂസ് ചെയ്തിരുന്നത്. നേരത്തെ പറഞ്ഞ അവരുടെ പോട്ട്സ് വളരെ ഗ്ലോസി ആൻഡ് ഷൈനി ആയിരുന്നു.
പിന്നീട് സീൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2000 സീൽസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സീൽസിലൊക്കെ ആനിമൽസിൻ്റെ ഫിഗേഴ്സൊക്കെ കാണാൻ ടൈഗർ, ബഫലോ, ഹംബർ, ബുൾ, റൈനോ, ഗോട്ട്, എലിഫൻ്റ് എല്ലാവരുടെയും ഫിഗേഴ്സ് ഉണ്ട്. അതുപോലെ മെന്നും വിമനും ഒക്കെ ഉണ്ട്. പിന്നെ വളരെ ഷോർട്ട് ഇൻസ്ക്രിപ്ഷൻസ് ആണ് അവർ യൂസ് ചെയ്തിരുന്നത്. ഇനി ഇമേജസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു വിമൻ ഡാൻസറിൻ്റെ ഒരു ഇമേജ് കിട്ടിയിട്ടുണ്ട്. അത് ബ്രോൺസ് വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവരുടെ ഒരു ബ്യൂട്ടിഫുൾ ആർട്ടിനെ എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ ആ ഒരു ഇമേജിനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ ഒരു വിമൻ്റെ ഇമേജ് നേക്കഡായിരുന്നു, പക്ഷെ ഒരു നെക്ലസ് മാത്രം അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്റ്റോൺ സ്കൾപ്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റോൺ സ്കൾപ്ചേഴ്സൊക്കെ വളരെ കുറച്ച് പീസസ് മാത്രമേ നമുക്ക് ലഭിച്ചിരുന്നുള്ളൂ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്രാഫ്റ്റിൽ പെടുന്നതാണ് ടെറാക്കോട്ട ഫിഗറിൻ എന്ന് പറയുന്നത്. ഈ ടെറാക്കോട്ട ഫിഗറിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലേയിലെ കളിമണ്ണിന് ഫയർ ബ്രേക്ക് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഐറ്റമാണ് ടെറാക്കോട്ട എന്ന് പറയുന്നത്. അത് ടോയ്സ് ഉണ്ടാക്കാനും പിന്നീട് മറ്റു ഒബ്ജക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് ബേർഡ്സ്, ഡോഗ്സ്, ഷീപ്പ്, മങ്കി, മെൻ, വുമൻ എല്ലാ ഫിഗറിൻസും അവരുണ്ടാക്കിയിരുന്നു. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് വേറൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം സീൽസും പോട്രി ഒക്കെ നിർമ്മിക്കുന്ന ആൾക്കാർ നല്ല സ്കിൽഡ് വർക്കേഴ്സാണ്. കാരണം സീൽസൊക്കെ ബ്രോൺസ് വെച്ചിട്ടാണ് അവർ ടൂൾസും കാര്യങ്ങളും ഒക്കെ നിർമ്മിക്കുന്നത്. അപ്പം ടിന്നും കോപ്പറും ചേർത്ത് ബ്രോൺസ് ആക്കി അങ്ങനെ വളരെ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ്. പക്ഷേ ടെറാക്കോട്ട എന്ന് പറയുമ്പോൾ കളിമണ്ണാണ് അല്ലേ, അതുകൊണ്ട് തന്നെ അത്ര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കല്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു വർക്കാണ് കമ്പയർഡ് ടു ആ സ്കിൽഡ് വർക്കിനെ നോക്കുമ്പം. അപ്പോൾ ഈ ഒരു ടെറാക്കോട്ട വർക്കേഴ്സ് എന്ന് പറയുന്നത് അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ്. അപ്പോൾ ഈ പോട്ടറി, സീൽസൊക്കെ നിർമ്മിക്കുന്ന ആൾക്കാർ സ്കിൽഡാണ്. അപ്പം ഇത് തന്നെ ഒരു ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ അപ്പർ ക്ലാസ്സിലുള്ളവരാണ് സ്കിൽഡ് വർക്കുകൾ ചെയ്തിരുന്നത്. കോമൺ പീപ്പിൾ അല്ലെങ്കിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ചെയ്തിരുന്നത് ലോവർ ക്ലാസ്സിലുള്ള ജനങ്ങളായിരുന്നു. പക്ഷേ ഈ ഹാരപ്പൻസിന് സ്റ്റോൺ ആർട്ട് അത്ര പരിചിതമല്ലെന്നല്ല പറയുന്നത്, അധികം എവിഡൻസസ് കിട്ടിയിട്ടില്ല. അതായത് അവരത്ര മികച്ച രീതിയിലല്ലായിരുന്നു. പക്ഷേ ഈജിപ്റ്റും മെസപ്പൊട്ടോമിയൊക്കെ നോക്കുകയാണെങ്കിൽ ഏൻഷ്യൻ ടൈമിൽ അവരുടെ സ്റ്റോൺ വർക്കിങ്സ് വളരെ പ്രഗത്ഭമായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഡിക്ലൈനിനെ പറ്റിയാണ്. ഹാരപ്പൻ ഏകദേശം 1750 BC ആയപ്പോഴേക്കും ഹാരപ്പൻ സിവിലൈസേഷൻ ഡിസപ്പിയറായി. പക്ഷേ ഈ ഒരു ഏൻഷ്യൻ മെസപ്പൊട്ടോമിയ, ഈജിപ്ഷ്യനൊക്കെ 1750 BCക്ക് ശേഷം തുടർന്നിരുന്നു. അപ്പം നമുക്ക് വ്യക്തമായൊരു കാരണമൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇൻഡസ് എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നുണ്ടും ചിലപ്പം വെള്ളപ്പൊക്കമായിരിക്കാം അവരുടെ ഡിക്ലൈന് കാരണം. ഈ വെള്ളപ്പൊക്കം എല്ലാ വർഷവും ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ സലൈനിറ്റി കൂടിയിട്ടുണ്ടായിരിക്കാം. ആ സലൈനിറ്റി കൂടുമ്പം അത് അവിടുത്തെ ലാൻഡിന് ഡീഗ്രഡേഷൻ സംഭവിച്ച് ഡെസേർട്ടായിട്ട് മാറും. അങ്ങനെ അവിടുത്തെ അഗ്രികൾച്ചർ ലോസ്റ്റായിട്ട് ഡിക്ലൈൻ ആയതാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇൻവേഷൻ ഓഫ് ആര്യൻസ് എന്ന് പറയാം. ആര്യൻസിൻ്റെ വരവ് ഒരു പക്ഷേ ഇവരുടെ സിവിലൈസേഷനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടാവാം. കാരണം ആര്യൻസ് വന്നിട്ടുള്ളതിന് നമുക്ക് ഇൻഡസ് ബേസിനിൽ ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം എക്സോട്ടിക് ആയിട്ടുള്ള ഒരുപാട് ടൂൾസ് കിട്ടിയിട്ടുണ്ട്, പോട്ടറിയിലുള്ള ചേഞ്ചസ്. കാരണം യൂണിഫോം ആയിട്ടുള്ളൊരു സിവിലൈസേഷൻ ആയിരുന്നു ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പം പെട്ടെന്നൊരു 1750 BC ആയപ്പോഴേക്കും അവരുടെ ടൂൾസിലും കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടുന്ന പോർട്സിലും ചേഞ്ചസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ആര്യൻസിൻ്റെ വരവ് തന്നെ ആയിരിക്കും സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മോഹൻജദാരോയിൽ ഒരു വയലൻസ് അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ആയിട്ടുള്ളൊരു യുദ്ധം നടന്നിട്ടുണ്ടാവാം. അതിനുള്ള കുറച്ച് എവിഡൻസുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം കൂട്ടത്തോട് കൂടി ചിതറിക്കിടക്കുന്ന കുറേ തലയോട്ടികളും ജ്വല്ലറികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. മേ ബി അതായിരിക്കാം ഒന്നുകിൽ അവരുടെ ഡിക്ലൈന് കാരണമായിട്ടുള്ളത്. ഈ ഒരു ബാർബേറിയൻ ആയിട്ടുള്ള ഹോഴ്സ് റൈഡിങ് ആയിട്ടുള്ള ആര്യൻസിൻ്റെ വരവ്, അവർ വന്നിട്ട് ഈ ഒരു 7 നദി ഇൻഡസിൻ്റെ 7 ട്രിബ്യൂട്ടറീസിൻ്റെ റീജിയനിൽ അവർ സെറ്റിലാവുകയാണ് ഋഗ്വേദിക് ആര്യൻസ്.
പക്ഷേ ഇവരുടെ വരവാണ് ഡിക്ലൈന് കാരണമെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. കാരണം അവർ തമ്മിൽ ഹാരപ്പൻസും ഋഗ്വേദിക് ആര്യൻസും തമ്മിലുള്ള ഒരു സംഘട്ടനം അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു യുദ്ധത്തിൻ്റെ എവിഡൻസ് ഒന്നും നമുക്ക് ലഭിച്ചിരുന്നില്ല. ഇനി മെയിനായിട്ടുള്ളൊരു കാര്യം പറഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയത് ഋഗ്വേദിക് ആര്യൻസിനെ പറ്റിയാണ്. അതായത് ഹാരപ്പൻസ് ഡിക്ലൈനായി, അതുകൊണ്ട് തന്നെ അടുത്തത് നമ്മൾ പഠിക്കുന്നത് വേദിക് ലിറ്ററേച്ചർ ആയിരിക്കും. കാരണം ഋഗ്വേദിക് ആര്യൻസ് എവിടെ എത്തിക്കഴിഞ്ഞു? നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം നമ്മൾ വേദിക് ലിറ്ററേച്ചറിലേക്കായിരിക്കും അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൾച്ചറും സിവിലൈസേഷനും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു കൾച്ചർ സ്ഥാപിക്കപ്പെടുമ്പോഴാണ് ഒരു ഏരിയയിൽ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് കൾച്ചറിൻ്റെ ഇൻറ്റേർണൽ ആസ്പെക്ട്സ് ആണ് എന്ത്, അല്ലെങ്കിൽ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ തിങ് ആണ്. പക്ഷേ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇൻറ്റേർണൽ ആസ്പെക്ട്സ് എന്നും നിലനിൽക്കുന്നൊരു കാര്യമാണ്. സിവിലൈസേഷൻ മാത്രമാണ് ഡിക്ലൈൻ ചെയ്തത്, ഹാരപ്പൻ കൾച്ചർ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരു കൾച്ചറിൽ നിന്നും നമ്മൾ പോയിട്ടില്ല. അതിൻ്റെയൊക്കെ കൾച്ചറിൻ്റെ എവിഡൻസസുകൾ നമ്മുടെ രാജ്യത്ത് എവിടെയൊക്കെയോ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹാരപ്പൻ സിവിലൈസേഷനാണ് ഡിക്ലൈൻ ആയത്, ഹാരപ്പൻ കൾച്ചറല്ല. ഒപ്പം തന്നെ നമ്മൾ എൻഡ് ചെയ്തത് ഋഗ്വേദിക് ആര്യൻസ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആര്യൻസിൻ്റെ എൻട്രിയാണ് പഠിക്കുന്നത്, അതായത് വേദിക് ലിറ്ററേച്ചറാണ് പഠിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കീപ് ഫൈറ്റിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്.